ആളുകൾ ടി വി കാണുന്ന സമയത്ത് പരസ്യം വന്നാൽ ആളുകൾ നോക്കുന്നത് മൊബൈലിലേക്കാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആളുകൾ പണ്ട് പുറത്തേക്ക് ഇരുന്ന് നോക്കുന്നത് ഇന്ന് അകത്തേക്കാണ്. അപ്പൊ നമ്മൾ ആളുകൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മുടെ പ്രസൻസ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള സാറിന് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. സാറന്ന് മീറ്റിംഗിൽ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ഏത് രീതിയിലുള്ള ബിസിനസ് ആണെങ്കിലും ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാധ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതിലപ്പുറം ആ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്, എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ്. അതുവരെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ബിസിനസ് സീക്രട്ടുകൾ പുറത്ത് പറയാൻ പലപ്പോഴും ആളുകൾ മടിക്കാറുണ്ട്. അത് എത്ര ഡീപ്പായിട്ടുള്ള കണക്ഷൻ ആണെങ്കിലും അവിടെ ഒരു ഗ്യാപ്പ് വരുന്ന ഫീൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഒരു വേർതിരിവോ ഒരു മാറ്റിവെക്കലോ അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോ സഹായിക്കുന്നതിനോ യാതൊരുവിധ ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പരിമിതി ആരും വെക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും നമുക്ക് ക്രിട്ടിക്കലി നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ കുറച്ചുകൂടി നമ്മളൊരു കമ്മിറ്റഡ് ആവും. അപ്പൊ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് വരുന്ന സമയത്ത് നമ്മുടെ വർക്കുകളും അവരുടെ വർക്കുകളും പറയുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി കമ്മിറ്റഡ് ആവുന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രസ്സിലേക്ക് വരാം. ഹായ്, പ്രജീഷ് സർ നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ പല ചലഞ്ചസും പല അച്ചീവ്മെന്റ്സുകളും നമ്മൾ നേടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റൊരാളെ കൂടി നമ്മളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രജീഷ് സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. സാറിന്റെ എവിടെയാണ് സ്ഥലം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഈ ഒരു കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയത്? ഓക്കെ, താങ്ക് യു സാർ. എൻ്റെ പേര് പ്രജീഷ്, സാർ പറഞ്ഞു. സ്ഥലം കോഴിക്കോടാണ്. ഞാൻ ബിസിനസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ലൈഫിലൊരു ജേണി എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രൈവറ്റ് ബസ് കണ്ടക്ടർ ആയിട്ടാണ് ശരിക്കും എൻ്റെ ലൈഫിലൊരു ജോബ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം മാർക്കറ്റിംഗിലേക്ക് വന്നു. മാർക്കറ്റിംഗിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ദെൻ ഫൈനലി ലാസ്റ്റ് ഒരു 7 വർഷമായിട്ട് ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ആ ഒരു സമയത്താണ്, കഴിഞ്ഞ വർഷം ആണ് ഞാൻ കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റലി ഉള്ള കാര്യങ്ങളിൽ അറിവ് വളരെ പരിമിതമായിട്ടുള്ളതാണ്. കൂടുതൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. പക്ഷെ യാദൃശ്ചികമായിട്ട് ഇതിൽ കൂടി ഭയങ്കര സാധ്യതകളുണ്ട് എന്ന് പലരും പറയുന്നത് കേട്ട സമയത്ത് അതിനെക്കുറിച്ച് പഠിക്കണം തോന്നിയതിനു ശേഷം ഫേസ്ബുക്കിൽ 1-2 പ്രാവശ്യം സെർച്ച് ചെയ്തു. ആ സെർച്ച് ചെയ്ത സമയത്ത് യാദൃശ്ചികമായിട്ട് ഞാൻ ഗുജറാത്തിൽ ഇരിക്കുന്ന സമയത്താണ് സാറിന്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണാനിടയായിട്ടുള്ളത്. അപ്പൊ അതൊരു വെബിനാറിൻ്റെതായിരുന്നു, ഒരു 99 റുപ്പീസിന്റെ ഒരു വെബിനാറിൻ്റെതായിരുന്നു. അങ്ങനെ ഞാൻ ആ 99 റുപ്പീസിന്റെ വെബിനാറിൽ കയറി. വെബിനാറിന്റെ ലാസ്റ്റ് ടൈമിൽ സാർ അന്നൊരു ഓഫറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സെയിൽസ് ക്ലോസിംഗ് സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ശരിക്ക് ആ ഒരു സിൽവർ മെമ്പർഷിപ്പിലേക്ക് വന്നു. സിൽവർ മെമ്പർഷിപ്പിലേക്ക് വന്ന ക്ലാസ്സുകളൊക്കെ കേട്ട സമയത്ത് ഞാൻ ഇതുവരെ കേൾക്കാത്ത കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറെ ടേംസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. പക്ഷെ അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി, എന്തൊക്കെയോ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അത് കൂടുതൽ കേൾക്കുന്ന സമയത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു ഓഫ്ലൈൻ ഇവന്റ് ആ സമയത്ത് അനൗൺസ് ചെയ്തത്. അങ്ങനെ ഓഫ്ലൈൻ ഇവന്റിൽ, എറണാകുളത്ത് ഓഫ്ലൈൻ ഇവന്റിൽ വന്നു. ഓഫ്ലൈൻ ഇവന്റിൽ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡയമണ്ട് മെമ്പർഷിപ്പിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവുന്നത്. അപ്പം നേരത്തെ സിൽവർ മെമ്പർഷിപ്പിൽ ഉണ്ടാവുന്ന മീറ്റിങ്ങിനേക്കാളും അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഡയമണ്ട് മെമ്പർഷിപ്പ് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് തന്നെ ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് മാറി. അതാണ് ഒരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന്റെ ഒരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. അവിടെ നിന്നാണ് ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് മാറിയത്. അതിനുശേഷം ഇപ്പൊ നിൽക്കുന്നത് ലൈഫ് ടൈം മെമ്പർഷിപ്പിലാണ്. ഓക്കെ, എങ്ങനെയാണ് സാറിന് ഇതിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു വ്യത്യാസങ്ങൾ വന്നത്? മറ്റുള്ള മെമ്പേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം സാറിനെ സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അത് സത്യത്തില് ഞാൻ ബിസിനസ് ട്രെയിനിങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും പല ട്രെയിനിങ്ങുകൾ കുറെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം സാറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും, കാരണം ബിസിനസ് ആവുന്ന സമയത്ത് ഒരു ബിസിനസ്സിൻ്റെതായിട്ടുള്ള പല സീക്രട്ടുകൾ ഉണ്ടാവും.
ആ ബിസിനസ് സീക്രട്ടുകൾ പുറത്ത് പറയാൻ പലപ്പോഴും ആളുകൾ മടിക്കാറുണ്ട്. അത് എത്ര ഡീപ്പായിട്ടുള്ള കണക്ഷൻ ആണെങ്കിലും അവിടെ ഒരു ഗ്യാപ്പ് വരുന്ന ഫീൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഒരു വേർതിരിവോ ഒരു മാറ്റിവെക്കലോ അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോ സഹായിക്കുന്നതിനോ യാതൊരുവിധ ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പരിമിതി ആരും വെക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ഏറ്റവും ചെറിയ മെമ്പർ മീൻസ് ചെറുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വന്ന ആൾക്ക് പോലുമുള്ള അറിവുകൾ അവർ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. എസ്പെഷ്യലി എനിക്ക് കുറെ ആളുകൾ എടുത്തുന്ന അതേപോലുള്ള ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സജിത് സാറ്, ചിത്ര മാം, അതേപോലെ തന്നെ സച്ചിൻ, വിപിൻ ബാല, പിന്നെ അങ്ങനെ ഓരോ ആളുകൾ എടുത്തുനിന്ന് കുറെ പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ട് ആളുകളുണ്ട്. പക്ഷെ പല ആളുകളെടുത്തുനിന്നും പല സമയങ്ങളിലായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഏറ്റവും നമുക്ക് ക്രിട്ടിക്കലി നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നത്. അതെ അതെ, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ഇന്റൻഷൻ കോഡ് ഓഫ് ഓണർ ഒക്കെ എങ്ങനെയായിരുന്നു, നമുക്ക് പരസ്പരം നോളജ് ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ വളരെ മനോഹരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സർ, ഈ ഡയമണ്ടിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കൂടുതൽ നമ്മൾ ആൾക്കാരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ചേഞ്ച് നമ്മുടെ കോഴ്സൊക്കെ പങ്കെടുക്കുന്നു, അതിനോടൊപ്പം ഡയമണ്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഫീൽ ചെയ്തത്? ഡയമണ്ടിൽ വന്നതിന് ശേഷം ഇപ്പൊ സാർ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട് എനിക്ക് എന്റെ നാട്ടിലുള്ള റിൻഷിനെയാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു കണക്ഷൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്റെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും ഞാനും ചെയ്യാറുണ്ട്. സെയിം അതേപോലെ തന്നെ അവരുടെ ഭാഗത്തുനിന്നും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാകുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി നമ്മളൊരു കമ്മിറ്റഡ് ആവും. അപ്പൊ അക്കൗണ്ടബിലിറ്റി പാർട്ണേഴ്സ് വരുന്ന സമയത്ത് നമ്മുടെ വർക്കുകളും അവരുടെ വർക്കുകളും പറയുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി കമ്മിറ്റഡ് ആവുന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രസ്സിലേക്ക് വരാം. ഓക്കെ സർ, ഇതിനു മുമ്പ് ഈ റെക്കോർഡിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ക്യാപ്ചറിൽ വന്നതിന് ശേഷം വീഡിയോ കോൺഫിഡൻസിലൊക്കെ എത്രത്തോളം വ്യത്യാസം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? വീഡിയോ സത്യത്തിൽ ഞാൻ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ മീറ്റിങ്ങുകളാണെങ്കിലും ട്രെയിനിങ്ങുകളാണെങ്കിലും ഒക്കെ എടുക്കാറുള്ളതാണ്. പക്ഷെ ഒരു വീഡിയോ ചെയ്യുന്നതിലപ്പുറം ആ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്, എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ്. അതുവരെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വീഡിയോനോടോ കാര്യങ്ങളോടോ ഇല്ലായിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ് സീരിയസ് ആണ് എന്നല്ല പറയുന്നത്, എന്നാലും ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്താണ് അതിന്റെ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, അതിന്റെ ഒരു ബിസിനസ് പാർട്ട് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം. ഓക്കെ, ഈ ഒരു മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അവരോട് സാറിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? ഒത്തിരി ബിസിനസ് ഓണേഴ്സ് ഇതുവരെയും ക്യാമറ ഉപയോഗിക്കാതെ ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് വരാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ എന്ത് നിർദ്ദേശമായിരിക്കും സാറിന് കൊടുക്കാനുള്ളത്? ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ഏത് രീതിയിലുള്ള ബിസിനസ് ആണെങ്കിലും ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാധ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ബിസിനസ്, ഒരു ഡിജിറ്റലി നമ്മൾ മാറുക എന്നുള്ളതാണ്. എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഒരു ഡയമണ്ട് മെമ്പർഷിപ്പിലേക്കോ സിൽവർ മെമ്പർഷിപ്പിലേക്കോ കൺവേർട്ട് ആവാൻ വന്നിട്ടുള്ള സാറിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വേർഡ്സ് ഉണ്ടായിരുന്നു. മീൻസ് നിങ്ങൾ എവിടെയാണ് പരസ്യം ചെയ്യുന്നത്? അന്ന് സാറ് മീറ്റിംഗിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എവിടെയാണ് പരസ്യം ചെയ്യുന്നത്? നിങ്ങൾ ആളുകൾ ഇരിക്കേണ്ട സ്ഥലത്താണ് നിങ്ങൾ പരസ്യം ചെയ്യുന്നത്. ആളുകൾ TV കാണുന്ന സമയത്ത് പരസ്യം വന്നാൽ ആളുകൾ നോക്കുന്നത് മൊബൈലിലേക്കാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആളുകൾ പണ്ട് പുറത്തേക്ക് ഇരുന്ന് നോക്കുന്നത് ഇന്ന് അകത്തേക്കാണ്. അപ്പൊ നമ്മൾ ആളുകൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മുടെ പ്രസൻസ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള സാറിന് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, സാറന്ന് മീറ്റിംഗിൽ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് സത്യത്തില് ഈ ഒരു സാർ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പോലും അതാണ്. നമ്മൾ എവിടെയാണോ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഒരു മൊബൈലിലോ വാട്സപ്പോ ഫേസ്ബുക്കോ നോക്കാത്തൊരു സാധാരണക്കാരനല്ല, ഏത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും ഉണ്ട്. അപ്പൊ അവിടെ നമ്മളെ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഇനി ഇങ്ങോട്ടുള്ള ഫ്യൂച്ചറിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മടി വേണ്ട ആവശ്യമില്ല. അതിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം വീട്ടിലുള്ള 4 ആളെ കൂട്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക, കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക, വീഡിയോ ത്രൂ ആക്കുക. സാറ് പറയുന്ന കാര്യം തന്നെ, അത് ഫാമിലിയിലാവുന്ന സമയത്ത് അവിടെ നമുക്കൊരു ജാള്യതയുടെ ആവശ്യം ഉണ്ടാവില്ല, അത് ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെ അതെ, കാരണം എല്ലാവർക്കും ഇതാണ് ഏറ്റവും വലിയ ഒരു കടന്നു കിട്ടാനായിട്ട്. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് വീഡിയോസിലൂടെ നമ്മൾ സംസാരിച്ച് തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക. കാരണം കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ടെക്നോളജി, ഇപ്പോൾ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുതിയ ടെക്നോളജി പറയും, പക്ഷെ ക്യാമറയുടെ ഒരു കോൺഫിഡൻസും ആ ഒരു സ്കില്ല് നമ്മളിലേക്ക് വന്നാൽ അത് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ടെക്നോളജി മാറുമായിരിക്കും, പക്ഷെ നമുക്ക് ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് വളരെ കോൺഫിഡൻസ് ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും.
പ്രജീഷ് സാർ, നമ്മുടെ ഈ ഒരു കാൽസൽ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്തുമാത്രം ഏണിങ്സ് ഒരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? എങ്ങനെയാണ് ഇപ്പോൾ പോകുന്ന ഒരു ബിസിനസിന്റെ ഒരു സ്റ്റൈൽ? ഓക്കെ, എൻ്റെ ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഞാൻ കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ, ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലായിരുന്നു. ഞാൻ അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മന്ത്ലി ആവറേജ് ഒരു 9 lakh ഒക്കെ ഞാൻ മന്ത്ലി വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നത്. ഞാൻ സാറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സാർ കുറെ കാര്യങ്ങൾ സജഷൻ തന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നിയിട്ടുള്ള, സാറുമായിട്ട് ഡിസ്കഷൻ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞാൻ ക്വിറ്റ് ചെയ്തു. ജനുവരിയിലാണ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പുതിയൊരു കമ്പനി ഞാൻ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള കാര്യം, എന്റെ കൂടെ 3 പാർട്ട്നേഴ്സും ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു സ്വന്തമായിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തി. അങ്ങനെ ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയം മുതൽ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കുറെ ഇൻപുട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. കാരണം ഒരു കമ്പനി, എസ്പെഷ്യലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇതുവരെ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചു, അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് പഠിച്ചു, അതിനെ ഡോക്യുമെന്റ് ചെയ്തു. ഈ ഡോക്യുമെന്റ് ചെയ്യാന്ന് പറയുന്ന ശീലം എനിക്ക് തീരെ ഇല്ലാതിരുന്നതായിരുന്നു. പക്ഷേ അത് കമ്മ്യൂണിറ്റിന്റെ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഒരു കാര്യങ്ങളെ ഡോക്യുമെന്റ് ചെയ്യുക. ആ ഡോക്യുമെന്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്യൂസിനെ ഡോക്യുമെന്റ് ചെയ്തു, അതിന്റെ എന്താണ് സൊല്യൂഷനെ ഡോക്യുമെന്റ് ചെയ്തു. അതിനനുസരിച്ച് പ്രൊഡക്റ്റിനെ ആണെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയറിനെ ആണെങ്കിലും അതില് വാട്സപ്പിന്റെ ഒക്കെ സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള സജഷൻസ് ആണ്. അങ്ങനെ എല്ലാം ചെയ്തു. കമ്പനിയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു. അവിടെ ഒരിക്കലും ഒരു പിശുക്ക് കാണിക്കരുത് എന്നുള്ളതും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നതായിരിക്കും. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 14 days to 15 days ആയിട്ടേ ഉള്ളൂ നമ്മുടെ ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. വളരെ പ്രോഗ്രസ് ആണ്. ഒരു 10 lakhന്റെ മുകളിൽ, ഇന്നത്തേക്ക് ഇപ്പോൾ ഒരു 12 lakh കവർ ചെയ്തു. ഏകദേശം 270ഓളം മെമ്പേഴ്സ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ കമ്പനിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അടുത്തൊരു ഞങ്ങൾ ഒരു ലോങ് വിഷനാണ് ഉള്ളത്. ഒരു 2040 കൂടിയിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ പോപ്പുലേഷന്റെ ഒരു 2% നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, ഫെറോബൈ എന്നാണ് കമ്പനിയുടെ പേര്, കമ്പനിയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഒരു ഇൻകം എന്നുള്ളതിലല്ല ഞാൻ ഇപ്പം, സാർ അതിന്റെ ചോദ്യത്തിൽ ഞാൻ ഇൻകം എന്നുള്ളതിലുപരി ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് നമുക്ക് സുരക്ഷിതമാണോ എന്ന് നോക്കാനും, അവിടെ നമ്മുടെ വാക്കുകൾ, സാർ പറയുന്ന നമ്മുടെ ഫോക്കസ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മറന്നു പോകരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് പുതിയ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം സക്സസ് ആണ്. അതെ അതെ. ഇപ്പോൾ സാറിന് നല്ല രീതിയിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു, അതിൻ്റെ പോസിറ്റീവായിട്ട് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നു. നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ആണ്. നമുക്ക് ഇനിയും ഒരുമിച്ച് കൂടണം. സാർ പറഞ്ഞതുപോലെ ഈ 2040 നമ്മൾ വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞാലും 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഈ ഒരു പ്രോഗ്രസ്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത സാറിന് അറിയുന്ന പോലെ നമ്മളൊരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് ഉണ്ട്. ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, ഇനി എങ്ങനെയാണ് പോകേണ്ടത്, കുറച്ചുകൂടെ ഒന്ന് അടുത്തടുത്ത ലെവലിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് നമുക്ക് ആ ഒരു 2040 എത്താം. ഇനിയും നമ്മുടെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് നമുക്ക് ഒരുമിച്ച് കൂടണം, ഒരു നല്ല അച്ചീവ്മെന്റ്സുമായിട്ട് ഒത്തിരി പേരെ സഹായിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കാർക്ക് ജോലി കൊടുക്കാനായിട്ട് വീട്ടിലൊക്കെ ആയിരിക്കുന്നവർക്ക് വലിയൊരു അവസരമാണ് ഒരുങ്ങുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. നന്നായിട്ട് കാര്യങ്ങൾ പോട്ടെ. നമുക്ക് ഇനിയും ഇതുപോലുള്ള മീറ്റിംഗ്സിൽ കണക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും സാറിന് ഈ ഒരു മീറ്റിങ്ങിലൂടെ ഇത് കേൾക്കുന്ന യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിനുണ്ട്, അവരോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. അതിലും സാറ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിറ്റിയിൽ വരിക, വന്നതിന് ശേഷം നമ്മൾ 100% നമ്മളൊരു സമർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്ട്രേഞ്ചർ സീക്രട്ട് ഡെയിലി കേൾക്കുക എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ ഇന്ന് കേൾക്കുന്നതും നാളെ കേൾക്കുന്നതും മറ്റൊന്ന് എന്നും ഒന്നല്ലേ കേൾക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഒരിക്കലും വേണ്ട. അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റുകൾ ഒരിക്കലും നമുക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് കിട്ടില്ല. അവിടെ നിന്ന് അത് റെഗുലർ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോളോ അപ്പ് ചെയ്തു. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും സമയമായിരുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സ്ട്രേഞ്ചർ സീക്രട്ടിന്റെ മലയാളവും ഇംഗ്ലീഷും വെർഷൻസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീഡിയോ കോൺഫറൻസ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് ചാർജസ് ഒന്നുമില്ലാതെ 10 days വീഡിയോ ചലഞ്ചിൽ പങ്കെടുക്കാനുള്ള ലിങ്കും ഉണ്ട്. സോ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു സാർ. താങ്ക് യു.